Hi everyone. Boat and streamile ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The ratio of speed of boat in still water to stream is 7:2. Sum of the speed of upstream and downstream is 70 km per hour and the difference between the time taken by the boat to travel upstream and downstream is 4 hours. Then find the distance covered by the boat. Okay. അപ്പം ആദ്യം തന്നെ നമുക്ക് ഒരു റേഷ്യോ ആണ് അവർ പറയുന്നത് ക്വസ്റ്റ്യനിൽ. ബോട്ടിൻ്റെ സ്പീഡ് ടു സ്ട്രീമിൻ്റെ സ്പീഡ്. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ടു സ്ട്രീം, അതായത് ആ റേഷ്യോ എന്ന് പറയുന്നത് 7:2 ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ അപ്സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കുന്നു. അപ്സ്ട്രീം എന്ന് പറയുന്നത് നമുക്കറിയാം സ്ട്രീമിന് എഗൻസ്റ്റ് ആയിട്ടാണ് പോകുന്നത് അല്ലേ. സ്ട്രീമിൻ്റെ ഫ്ലോയുടെ എഗൻസ്റ്റ് ആയിട്ടാണ് അപ്സ്ട്രീം നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ 7 - 2 ചെയ്യേണ്ടി വരും, വിച്ച് ഈസ് ഈക്വൽ ടു 5. അതേപോലെ ഡൗൺ സ്ട്രീം ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ സെയിം ഡയറക്ഷനിലാണ്, സ്ട്രീമിൻ്റെ ഫ്ലോയുടെ സെയിം ഡയറക്ഷനിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പം ബോട്ടിൻ്റെ സ്പീഡ് പ്ലസ് നമുക്ക് സ്ട്രീമിൻ്റെ സ്പീഡ് കിട്ടുന്നു. അപ്പോൾ അവിടെ എത്ര കിട്ടും? 9. ഓക്കെ, ഇപ്പം നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന 7 ആയാലും 2 ആയാലും 5 ആയാലും 9 ആയാലും എല്ലാം എന്താണ്? ഇമാജിനറി വാല്യൂസ് ആണ് അല്ലേ. ഇതിനെ നമുക്ക് റിയൽ വാല്യൂസുമായിട്ട് കണക്ട് ചെയ്യാൻ ഒരു കാര്യം അവർ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എന്താണ്? സം ഓഫ് ദ സ്പീഡ് ഓഫ് അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം 70 ആണെന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടുത്തെ നമ്മുടെ അപ്സ്ട്രീം എന്ന് പറയുന്നത് 5, ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് 9. അപ്പോൾ 5 + 9 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 14. ഈ 14 എന്ന് പറയുന്നതാണ് ശരിക്കും എത്ര? 70 എന്ന് പറയുന്നത് ആണല്ലോ. അപ്പം ഈ 14 70 ആവുന്ന എപ്പോഴാണ്? ഇൻറ്റു 5 ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് യഥാർത്ഥ എന്ത് കണ്ടുപിടിക്കാം? ഇതിൽ നിന്ന് യഥാർത്ഥ അപ്സ്ട്രീമിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാം. റേഷ്യോ 5 ആയിരുന്നു. കോൺസ്റ്റൻ്റായ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടുന്നു? 25 എന്ന ഉത്തരം കിട്ടുന്നു. അതേപോലെ ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് എത്രയാണെന്ന് വെച്ചാൽ റേഷ്യോ 9 ആണ്. ആ 9 നമ്മൾ കോൺസ്റ്റൻ്റായ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 45. അപ്പോൾ അപ്സ്ട്രീം സ്പീഡ് 25 km/h ഡൗൺ സ്ട്രീം സ്പീഡ് എത്രയാണ്? 45 km/h. ഇതാണ് റിയൽ വാല്യൂസ്. ഇനി ബാക്കി എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടൈം ടേക്കൺ ബൈ ദ ബോട്ട് ടു ട്രാവൽ അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം ഇൻ 4 hours, ദെൻ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ബോട്ട്. അതായത് ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ, ഓക്കെ, ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ അപ്സ്ട്രീമിലെടുത്ത സമയവും ഡൗൺ സ്ട്രീമിലെടുത്ത സമയവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 4 hours ആണെങ്കിൽ ആ ഡിസ്റ്റൻസ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം അപ്സ്ട്രീമിൽ യാത്ര ചെയ്യുമ്പോഴായിരിക്കും ടൈം കൂടുതൽ എടുക്കുന്നത്. കാരണം എന്താണ്? സ്പീഡ് അവിടെ എന്താണ്? കുറവാണ്. സ്പീഡ് അപ്സ്ട്രീമിൽ കുറവായതുകൊണ്ട് ടൈം എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഡൗൺ സ്ട്രീമിൻ്റെ കേസിൽ വരുമ്പോൾ സ്പീഡ് കൂടുതലായതുകൊണ്ട് ടൈം എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ എങ്ങനെ എഴുതാം? നമുക്ക് ആ ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ആ ഡിസ്റ്റൻസ് ഞാൻ ഡി എന്ന് എടുക്കുന്നു. അപ്പോൾ ഡി ബൈ അപ്സ്ട്രീം സ്പീഡ് മൈനസ് ഡി ബൈ ഡൗൺ സ്ട്രീം സ്പീഡ് ഈസ് ഈക്വൽ ടു, ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 4 hours ആണ്. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഒരു ഫോമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടൈം കിട്ടുന്നത്. ആ ടൈമിൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ 4 കിട്ടിയിരിക്കുന്നത്. ഡി ബൈ അപ്സ്ട്രീം ആദ്യം എഴുതാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആ ടൈമാണ് കൂടുതൽ എടുക്കുന്നത്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഞാൻ ഈ ഡി ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഡി ബൈ അപ്സ്ട്രീം സ്പീഡ് എത്രയാണ്? 25 മൈനസ് ഡി ബൈ ഡൗൺ സ്ട്രീം സ്പീഡ് എത്രയാണ്? 45 വിച്ച് ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടുന്നു. ഇവിടെ നിന്ന് ഞാൻ ഡി കോമൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 1/25 മൈനസ് 1/45 വിച്ച് ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടുന്നു. അപ്പോൾ ഡി ഇൻറ്റു എന്ത് കിട്ടുന്നു? ഞാനിവിടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 45 മൈനസ് 25, അതായത് 20 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 45 എന്ന് കിട്ടും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 4. ഞാൻ ഈ 20യും ഈ 25ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ എനിക്കിവിടെ ഒരു 5ഉം ഇവിടെ 4 കിട്ടും. ഇനി ഈ മുകളിലുള്ള 4ഉം ഈക്വൽ ടുൻ്റെ അപ്പുറമുള്ള 4ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എനിക്ക് കിട്ടുന്നത് ഡി ഈസ് ഈക്വൽ ടു 45 ഇൻറ്റു 5 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 225. അപ്പോൾ 225 ആണ് നമ്മുടെ ഡിസ്റ്റൻസ്. ഇതാണ് 225 ആണ് നമ്മുടെ ആൻസർ.
അപ്പോൾ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്ക് ഇതുപോലത്തുള്ള ഏതെങ്കിലുമൊക്കെ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. ഞങ്ങളുടെ ടെലഗ്രാം ത്രൂ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തുള്ള നിങ്ങൾക്ക് തോന്നുന്ന നല്ല ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.